CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനം. അന്തരിച്ച മുതിർന്ന നേതാവ് AV ബാലന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റിലാണ് വിമർശനം. മുൻ പാനൂർ ഏരിയ സെക്രട്ടറി ബാലനെ അനുസ്മരിച്ച് 2 വാക്ക് എഴുതാൻ രാഗേഷിന് സമയമില്ലേ എന്നാണ് കമന്റുകൾ. രാഗേഷ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നും കമന്റുകൾ. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നടക്കമുള്ള കമന്റുകൾ ഉയരുന്നു. ഇത് അദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ രീതിയെക്കുറിച്ചുള്ള വിമർശനമാണോ അതോ അദ്ദേഹത്തോട് വ്യക്തിപരമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനമാണോ? സോന, 2 നിലയ്ക്കും അതിനെ കാണേണ്ടി വരും. കാരണം കെ രാഗേഷിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ CPIMന്റെ അണികളും ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ CPIMന് വേണ്ടി ശക്തമായി രംഗത്ത് വരുന്ന ആളുകളും അടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതിപ്പോൾ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് വരുന്നത് പാനൂരിലെ മുൻ ഏരിയ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ AV ബാലന്റെ നിര്യാണത്തിന് പിന്നാലെ ഇന്നലെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം കെ രാഗേഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അന്ത്യാഭിവാദ്യങ്ങൾ സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെമ്പതാക AV ബാലൻ്റെ മൃതദേഹത്തിൽ പുതപ്പിക്കുന്നതാണ്. അവിടെ ആ ചിത്രത്തിൽ KK ശൈലജ, EP ജയരാജൻ, KK രാഗേഷ്, M സുരേന്ദ്രൻ, P ഹരീന്ദ്രൻ തുടങ്ങിയ നേതാക്കളെയൊക്കെ കാണാൻ സാധിക്കും. ഈ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് KK രാഗേഷ് ഫേസ്ബുക്കിൽ അന്ത്യാഭിവാദ്യങ്ങൾ സഖാവേ എന്ന ഒരു ക്യാപ്ഷൻ മാത്രം നൽകിയത്. ഇതിനാണ് ഈ CPIMന്റെ അണികൾ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. കാരണം AV ബാലൻ എന്ന് പറയുന്നത് CPIMനെ സംബന്ധിച്ചിടത്തോളം പാനൂരിൽ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടേണ്ട പേരാണ് എന്നുള്ളത് തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകർ പറയുന്ന ഒന്നാമത്തെ കാര്യം. അതായത് കർഷക സമരങ്ങളിൽ പങ്കെടുക്കുന്നു. മാത്രമല്ല പാനൂരിലെ നമുക്കറിയാവുന്നതാണ് പാനൂരിൻ്റെ ഒക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സമയത്ത് പാനൂരിലെ CPIMനെ ശക്തമായി നിലനിർത്തിയ നേതാവാണ് AV ബാലൻ. അങ്ങനെ ഒരു നേതാവ് മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ അനുശോചിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു ചിത്രവും അതിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും എഴുതാതെയാണ് KK രാഗേഷ് പോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ സജീവമായി സൈബർ ഇടങ്ങളിൽ CPIMന് വേണ്ടി ഇടപെടുന്ന ആളുകൾ അടക്കം ഉയർത്തുന്ന വിമർശനം. അതിൽ ഈ കമൻറ്റുകളിൽ പല വിധത്തിൽ വരുന്നുണ്ട്. അതിൽ ചിലത് പറയുന്നത് ഇതാണ്: ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച പാനൂർ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗോജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച AV ബാലനെ പോലൊരു നേതാവിനെ അനുസ്മരിച്ച് ഒരു 2 വാക്ക് എഴുതിയിടാനുള്ള സമയം പോലും CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനില്ലേ എന്ന ചോദ്യം ചില കമൻറ്റുകളിൽ വരുന്നുണ്ട്. മറ്റൊന്ന്, ആരാണ് മരിച്ചത് എന്നുപോലും എഴുതാത്ത പോസ്റ്റ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് KK രാഗേഷിൻ്റെ കഴിവുകേടായി കാണണം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഏതായാലും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന് താഴെ പൂർണ്ണമായും അദ്ദേഹത്തെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമുള്ള കമൻറ്റുകളാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആരാണ് മരിച്ചത് എന്ന് അറിയാത്തത് കൊണ്ടാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളാണെങ്കിൽ അതല്ലാതെയും നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ ഈ KK രാഗേഷിനെ ഈ വിഷയത്തിൽ വിമർശിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ ചില ഇടങ്ങളിൽ മാത്രമാണ്, ചില ആളുകൾ മാത്രമാണ് KK രാഗേഷിനെ അനുകൂലിച്ച് വരുന്നത്. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകുമ്പോൾ AV ബാലനെ പോലൊരു നേതാവ് മരിച്ചു കഴിയുമ്പോൾ അതിന് ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും സഖാവേ എന്ന ഒരു വിളിയിൽ തന്നെ എല്ലാം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെ ചുരുക്കം ആളുകൾ KK രാഗേഷിനെ പിന്തുണച്ച് വരുന്ന കാര്യം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും വലിയ വിമർശനം ഈ വിഷയത്തിൽ KK രാഗേഷിനെതിരെ വരുന്നു എന്നുള്ളതാണ്. AV ബാലനെ പോലൊരു നേതാവിനെ അറിയാത്തയാളല്ല KK രാഗേഷ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നറിയാത്തയാളല്ല. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്.